ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മുടെ കുഞ്ചാക്ക ബോബൻ അഭിനയിച്ച പുതിയ സിനിമയാണ്. ജഗദീഷ്, അങ്ങനെ കുറച്ച് നല്ല താരനിരകൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബ് റിവ്യൂ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയെക്കുറിച്ച്. കാരണം ഒരു ക്രൈം ത്രില്ലറാണ്, ഒരു പോലീസിൻ്റെ ഒരു പോലീസ് ഓഫീസർ എങ്ങനെയായിരിക്കും, അയാളുടെ മനോനില എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ എഴുതിയുള്ള സ്റ്റോറിയാണ്. സോ അതായിരുന്നു ഈ സിനിമയുടെ മെയിൻ തീം എന്ന് പറയുന്നതാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് തുടക്കത്തിൽ പറയുകയാണെങ്കിൽ, മെയിനായിട്ട് ഈ സിനിമ ഒരു കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2010 കാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ, ദൃശ്യം, ആ ഒരു ടൈപ്പ് 2015 മുമ്പായിട്ട് റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു, അല്ലെങ്കിൽ അന്ന് സംഭവിക്കേണ്ടതായ ഒരു സിനിമയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ അതിന് ശേഷം ഒരുപാട് പടങ്ങളിൽ നമ്മൾ കണ്ട് വന്നൊരു സ്റ്റോറിയാണ്. അതായത് റിപ്പീറ്റായിട്ട് നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷത്തിൽ ഒരുപാട് സിനിമകൾ ഈ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി വെച്ചിട്ട് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാലും ഈ സിനിമ ഒരു നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഡയറക്ടർ, എഡിറ്റേഴ്സ് ഒക്കെ ആയിക്കോട്ടെ. സോ അവർക്ക് നല്ല രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് റിവ്യൂ കണ്ടിട്ട് ആരും സിനിമ കാണാതിരിക്കുക. കാരണം ഇതൊരു തിയേറ്ററിക്കൽ വാച്ച് എക്സ്പീരിയൻസ് ഉള്ള പടം ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം മൂവി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, മേക്കിങ്ങിൻ്റെ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളുണ്ട്. മേക്കിങ്ങിൻ്റെ ആയിക്കോട്ടെ, സ്ക്രീൻ പ്ലേ, അതായത് തിരക്കഥയിൽ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കഥ, എല്ലാവരും ഞാൻ യൂട്യൂബിൽ കണ്ട ഒരുപാട് റിവ്യൂസിൽ പറയുന്നത് അടിപൊളി സ്റ്റോറിയാണ്, ആ ഒരു ക്യാരക്ടറിന് വേണ്ടി നല്ല കഥയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരക്കഥ സ്ട്രോങ് ആയിരുന്നില്ല. കാരണം ആദ്യത്തെ 20 മിനിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന കാര്യം മാത്രമേ ഇതിന് ഡയറക്ടർ ആയിക്കോട്ടെ, റൈറ്റർ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ എഴുതിയ ആളായും അത് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അതിന് ശേഷമുള്ളതെല്ലാം ഒരു തട്ടിക്കൂട്ട് സംഗതി കൊണ്ടുവന്ന പോലെയുണ്ട്. കാരണം ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 20 മിനിറ്റ് മാത്രമാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി കറക്റ്റായിട്ട് സ്ക്രീൻ പ്ലേയിൽ നമുക്ക് പോകുന്നത്. അതിനുശേഷം വരുന്നതെല്ലാം ഒരു തട്ടിക്കൂട്ട് പടം. അതായത് നമ്മൾ സാധാരണ കണ്ടുവന്ന കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ കണ്ടുവന്ന ഒരു സാധാ നോർമൽ ത്രില്ലർ സിനിമയുടെ ഏതൊക്കെയോ സീന് വലിച്ചു നീട്ടി ഒരു ചെറുതായിട്ട് ഫിനിഷ് ചെയ്യേണ്ട ഒരു സ്റ്റോറീനെ അങ്ങനെ വലിച്ചു നീട്ടി 2.5 മണിക്കൂർ കൊണ്ടുപോയിട്ട് ഒരു എൻഡ് ചെയ്തൊരു സംഭവമാണ്. അതായത് സിനിമയുടെ ആദ്യത്തെ 20 മിനിറ്റ് മാത്രമേ നന്നായിട്ടുള്ളൂ. അതിന് ശേഷം മേക്കിങ് മാറും. അതായത് ചില സീന് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു നല്ലൊരു മേക്കിങ്ങുള്ളൊരു പടമാണെന്ന് തോന്നും. ചില സീനുകൾ പോകുമ്പോൾ തട്ടിക്കൂട്ടായിരിക്കും. ചില സീനുകൾ പോകുമ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കും. അതായത് ഒരു പാറ്റേൺ ഈ ഒരു സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് മേക്കിംഗ് ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, അതിൻ്റെ ഈ പോലീസ് സ്റ്റേഷൻ, അതുപോലെ ആക്ഷൻ ഹീറോ ബിജു, അതെല്ലാം ഒരേ പാറ്റേൺ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് അത് റിയലിസ്റ്റിക് പടമാണെങ്കിൽ ഫുൾ റിയലിസ്റ്റിക് ആയിരിക്കും. പക്ഷേ ഈ ഒരു സിനിമയിൽ അതാണ് ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത്. അതായത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് കറക്റ്റായിട്ട് അവർ കൊണ്ടുപോയിട്ട് അതിന് ശേഷം എന്തൊക്കെയോ ചെയ്ത് കൂട്ടുക. കാരണം ഇവർക്കൊരു പ്ലാൻഡ് ക്ലൈമാക്സ് ഇല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ക്ലൈമാക്സുകളെ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ലോജിക്കും ഇല്ലാത്ത സീനുകൾ ഇട്ടിട്ട്, ഇപ്പോൾ കുറേ ഇതിലെ മെയിൻ കോൺസെപ്റ്റ് പറയാൻ പറ്റില്ല എന്നാണ്. പക്ഷെ എന്നാലും കുറേ സീനുകൾ ഒരു ലോജിക്കും ഇല്ലാതെ ഇതെങ്ങനെ സംഭവിക്കുന്നതെന്നോ, ഇതിൻ്റെ വില്ലന്മാരൊരു ഗ്യാങ്ങാണ്, സോ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതെങ്ങനെ പോസിബിൾ എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ മെയിനായിട്ട് കഥയോട് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ, മറ്റുള്ള റിവ്യൂവേഴ്സ് പറഞ്ഞ പോലെ കഥ ഭയങ്കര സംഭവമാണ്. ഒരു കുഞ്ചാക്കോ ബോബന് വേണ്ടി ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടർ അത്രത്തോളം ഡീറ്റെയിൽ ആയി എഴുതിയ ഒരു സംഭവമാണ്, പെർഫോമൻസ് ഉള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സിനിമയിലോട്ട് വരുമ്പോൾ നമുക്ക് പല രീതിയിൽ ചിന്തിക്കുമ്പോൾ, ആ ഒരു കഥാപാത്രം മാത്രത്തിന്, അതായത് അവർക്ക് മാത്രം വേണ്ടി സിനിമ എടുത്ത പോലെയുണ്ട്. അതായത് വേറെ കേരള പോലീസ് ഇല്ല, ഈ ഒരു കേരള പോലീസ് മാത്രമേ ഉള്ളൂ. പല സീൻസുകളിലും അങ്ങനെയാണ്. ഒരു 4 ഗുണ്ടകളെ പിടിക്കാൻ, ചുമ്മാ ഒരു 4 സൈക്കോകളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒറ്റ പോലീസുകാരൻ. അയാൾക്ക് വേറെ കേരള പോലീസിൻ്റെ സപ്പോർട്ടില്ല, അയാൾക്ക് വേറെ ഏത് പോലീസിൻ്റെ സപ്പോർട്ടില്ല, കർണാടക പോലീസിനൊന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുക. അങ്ങനെ ഒരു പോലീസുകാരെ മൊത്തത്തിലൊന്ന് താഴ്ത്തി കിട്ടുന്ന പോലത്തെ ഒരു സിനിമ കൂടിയാണെന്ന് പറയും. കാരണം ലോജിക്കില്ല, അതാണ് ഞാൻ പറയുന്നത്. ഒരു പോലീസുകാരൻ ഒറ്റയ്ക്ക് ഇറങ്ങുന്നു. ഇപ്പം ഞാനിപ്പോൾ ഒരു സിവിൽ നോർമൽ മനുഷ്യനാണ്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യുന്നു. ബട്ട് അയാളൊരു പോലീസ് ഓഫീസറാണ്, അയാൾക്ക് അത്രയും ഫോഴ്സിൻ്റെ ഒരു പിന്തുണയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ വരുന്നില്ല. ഒറ്റയാൾ പോരാട്ടം തന്നെ പറയുന്നത്, ക്രിമിനൽസിൻ്റെ എതിരെ പോരാടുന്ന ഒറ്റയാൾ പോരാട്ടം, ഇതാണ് സിനിമയിൽ നടക്കുന്നത്. അതിന് വലിയൊരു ഫോൾട്ടായിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഇത്രയും ടെക്നോളജി ഉള്ള ഈ ഒരു കാലത്ത്
ഒരു സിമ്പിളായിട്ടുള്ള ഒരു 2 പേരെ ഒരു 4 പേരെ 2 പേരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നമുക്കൊരു ബോറായിട്ട് തോന്നും. പല ഭാഗങ്ങളിലും നമുക്കത് ഫീൽ ചെയ്യും. അതായത് അതെന്താ അങ്ങനെ ആയിപ്പോയത്, ഇതെന്താ എങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ഭാഗങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. ഇതെങ്ങനെയല്ലല്ലോ അവരുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേറൊരാൾ കോൾ ചെയ്യുന്നുണ്ട്, നമുക്ക് അവരെ ട്രേസ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്രത്തോളം ടെക്നോളജി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, അതൊന്നും ഈ സിനിമയിൽ കണ്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 2010 അല്ലെങ്കിൽ 2015 അതിന് മുമ്പ് ഇറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചെറിയ കോൺസെപ്റ്റാണ്. അതിനെ വലിച്ച് നീട്ടി വലിയൊരു എന്താ പറയുക, ഒരു ലോജിക്കും ഇല്ലാതെ ചുമ്മാ കൊണ്ടുപോവുക. നമ്മൾ കഥ എഴുതുന്ന ആൾക്കാർ പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ക്ലൈമാക്സ് ആണ് നമുക്ക് വേണ്ടത്. ക്ലൈമാക്സ് ആണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. ക്ലൈമാക്സ് എഴുതിയിട്ട് നമ്മൾ ആദ്യം കഥ ഫുള്ളായിട്ടുള്ള ഫിനിഷിങ് കാര്യങ്ങൾ പോകുള്ളൂ. ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ റൈറ്റർ എഴുതിയിരിക്കുന്നത് ക്ലൈമാക്സ് ഒന്നുമില്ല, ഒരു കണ്ടൻറ് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വലിച്ചു നീട്ടി എഴുതുന്നു, എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം, അങ്ങനെയാണ് ഒരു ഫീലായത്. പിന്നെ ഇതിൻ്റെ മോശം അഭിപ്രായം പറയാൻ പറ്റുന്നത് BGM ആണ്. ഒന്നാമത് നമ്മൾ ഡോൾബി ഇതിലൊക്കെയാണ് കണ്ടത്, തിയേറ്ററിലാണ് കണ്ടത്. അതായത് ഒരു കാര്യമില്ലാതെ BGM കുത്തി കയറ്റിയിട്ടുണ്ട്. ചുമ്മാ ഒരാൾ നടന്നു വരുന്നുണ്ടെങ്കിൽ BGM ഉണ്ട്, വെറുതെ ചുമ്മാ അങ്ങനെ തലതിരിച്ച് നോക്കുന്നുണ്ടെങ്കിൽ BGM ഉണ്ട്, വില്ലൻ്റെ ഡ്രസ്സ് അവിടെ കാണുന്നുണ്ടെങ്കിൽ BGM ഉണ്ട്, വില്ലൻ്റെ കാറ് കാണുന്നുണ്ടെങ്കിൽ BGM ഉണ്ട്. അതായത് അതിൽ പോകുന്ന സൈഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇതിൽ ചുമ്മാ BGM കുത്തി കയറ്റുക. അതിലൊരു സീനുണ്ട്, ചുമ്മാ ഒരു പയ്യനെടുത്ത് ചായ ഗ്ലാസ് എടുത്ത് കുടിക്കുന്നുണ്ട്, അതിന് BGM. അതായത് ചെവി അടച്ചുള്ള BGM. ഇവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 5-ാം പാതിരയിൽ ആ ഒരു ത്രില്ലർ എക്സ്പീരിയൻസിൽ ആ BGM നമുക്ക് കേൾക്കുമ്പോൾ അത് സിങ്കായിട്ട് നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ ഒരാവശ്യമില്ലാതെ എല്ലാ സീനുകളിലും അത് മിക്സ് ചെയ്ത് കുത്തിക്കയറ്റി നമുക്ക് ആ BGM വെറുപ്പിച്ച് പടത്തിൻ്റെ അവസാനം എത്തുമ്പോൾ തലവേദന എടുത്ത് നമ്മൾ പണ്ടാരം തുടങ്ങുമെന്ന് പറയാം. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ ആൻഡ് എഡിറ്റിംഗ് എനിക്ക് മാക്സിമം നീറ്റായിട്ട് ചെയ്ത പോലെ തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ക്യാമറ ഭയങ്കര പക്കപ്പോറായിരുന്നു. നമ്മളൊരു ത്രില്ലർ പടം കാണുമ്പോൾ ചുമ്മാ ക്യാമറ ഇട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീന് നമുക്ക് പെട്ടെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അവിടെ ക്യാമറ ഇതാവും, ഒന്നില്ലെങ്കിൽ ഷെയ്ക്കാവും അല്ലെങ്കിൽ അടുത്ത സീൻ ഇടും. അതായത് ഒരു സീനിൽ തന്നെ പല കട്ടുകൾ, അതായത് ഇപ്പോൾ 2 പേര് തമ്മിൽ സംസാരിക്കുന്ന സീനാണ് അല്ലെങ്കിൽ ഒരു കാർ ചേസിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളൊരു സീൻ ഒരു ഷോട്ടിൽ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് മാറും, അല്ലെങ്കിൽ ഫുള്ള് ഷെയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാതെ പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ക്യാമറ ഭയങ്കര മോശമായിരുന്നു, നമ്മുടെ തലവേദനിക്കുന്ന പോലെയൊക്കെ ഇതുണ്ട്. അതായത് ഒരു ത്രില്ലർ ഫിലിമിന് നമ്മളൊരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ സിനിമയൊക്കെ കാണുന്നൊരു ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാമറ സ്റ്റഡി ആയാലേ നമുക്കത് ഫോക്കസ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതങ്ങനെ എനിക്ക് തോന്നിയില്ല. ക്യാമറ ഫുള്ളിട്ട് ഷേക്ക് ചെയ്ത് നമുക്ക് നമ്മൾ കാണുന്നത് ത്രില്ലറാണെന്ന് ക്യാമറ ഷേക്ക് ചെയ്ത് അറിയിക്കണം എന്ന് പറയുന്ന ഒരു മോശം പരിപാടിയായിപ്പോയി. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ എന്താ പറയുക, യൂട്യൂബ് റിവ്യൂ ഒന്നും നോക്കിയിട്ട് സിനിമ കാണാതിരിക്കുക. അത്ര തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടേണ്ട ഒരു സിനിമയൊന്നുമല്ല. ചിലപ്പോൾ നിങ്ങളുടെ കാതും കണ്ണൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുഞ്ചാക്കോ ബോബൻ നന്നായി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജഗദീഷും ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയാമണി ഇവർ 3 പേരും നന്നായി ചെയ്തിരിക്കുന്നു. ബാക്കിയെല്ലാം ഒരു നോർമൽ ആവറേജ് പടം. നമുക്കൊരു 10ൽ ഒരു 3 കൊടുക്കാം, അത്രേ പറ്റുള്ളൂ. കാരണം അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും എനിക്ക് അറിയില്ല യൂട്യൂബിലെ പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് പൊക്കി പിടിക്കുന്നുണ്ട് ഈ പടത്തിൽ, അത്രയ്ക്കുള്ളതില്ല. ഓക്കെ, സോ ഓവറോൾ ഒരു 3.5 4. ഓക്കെ, താങ്ക് യു, ബൈ.